2011 13 വർഷം മുമ്പ് PN അബ്ദുൽ ലത്തീഫ് മദനി ഒപ്പിട്ട് കൊടുത്ത നിലപാട് അന്ന് നിങ്ങൾക്ക് കാണണോ? ഇത് ആരുടെ കീഴിലാണ് നടത്തപ്പെട്ടത്? ഞാൻ വായിച്ചു തരാം. 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബി കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ PN അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJU മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് PN അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. ഇതാ ആ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ 13ാമത്തെ നിലപാട്, 13ാമത്തെ നമ്പറിൽ എഴുതിയ നിലപാട് എന്താ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് അന്ന് എഴുതി. ഇതാ രണ്ടാമത്തെ ഒപ്പ് PN ഒപ്പാണ്. ഈ ഒപ്പിട്ട PN 2011 ഇതാ ഷിർക്കാണ് എന്ന് പ്രഖ്യാപിച്ച് ഒപ്പിട്ട് അധ്യക്ഷത വഹിച്ച് നിന്ന PN ഇപ്പോ ആ PN പറയുന്നത് എന്താ? ഞങ്ങളുടെ വാദം അത് ഷിർക്കല്ല എന്നാണ്. ഷിർക്കല്ലാത്തതുമുണ്ട്, ഷിർക്കായതുമുണ്ട് എന്ന് ഇന്ന് PN പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ PN ഒപ്പിട്ട ഇപ്പോൾ ഇറക്കിയ ഈ സർക്കുലർ ഉണ്ടല്ലോ, അത് ഒരു നിലപാടാണ്. വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചപ്പോ വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചപ്പോ വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചപ്പോ വസീലത്തു ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിആനത്തും ബിൽ ജിന്ന് അഥവാ റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ, അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. ഇവിടെ ഒരു രോഗി, ആ രോഗിയുടെ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്, ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ആ അന്വേഷണങ്ങളിൽ ശിർക്കാവാത്തതുണ്ട്. ഞാനും സമ്മതിക്കുന്നു, റാഖിയുടെ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്, റാഖിയുടെ ചോദ്യത്തിൽ ശിർക്കാവുന്നുണ്ടാവാത്തുണ്ട്. ഇതില് ഇസ്തിഖ്ദാമ പറയണത്, ഖിദ്മത്ത് തേടുന്ന വിഷയ പറയണത്, വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത് ഒന്ന്, അല്ലാതെ ഇസ്തിഗാസയോ ഇസ്തിആനത്തോ അല്ല. നമുക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം ഇസ്തിആനത്താണ് അല്ലെങ്കിൽ ഇസ്തിഗാസയാണ്. അതും ഈ ഷെയ്ഖ് പറയണതിൽ ഗായിബായ ജിന്നിനോടുള്ളതാണ്. ഷെയ്ഖിന്റെ ഭാഷയിലാണ്, അറബി ഭാഷയിൽ പറഞ്ഞാൽ. ഇതിൽ പറയണത് ഹാലിറായ ഖാദിറായ ജിന്നിനോട് ഇസ്തിഖ്ദാമിനെ സംബന്ധിച്ചാണ്, ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ്. ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ സഹായ തേട്ടമെന്ന അത് ഉപയോഗപ്പെടുത്തുകയാണോ, അത് ഗായിബായ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നതാണോ ഈ പറഞ്ഞത്? അതല്ല ഹാദിറും ഖാദിറുമായ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നതോ? ഏത് ഹാദിറും ഖാദിറും എന്ന് പറഞ്ഞാല് ആ ജിന്നുണ്ട് എന്നാണ്ട് ഉറപ്പിച്ചാല് ആ ജിന്ന് ഒരു വർത്താനം അങ്ങനെ കേൾക്കണ്ട, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ ആ ജിന്ന് തന്നെ കാരണം ഉറപ്പന്നല്ലേ? അപ്പൊ ആ ജിന്നിന്റെ അവിടെ ഹാദിറത്തുണ്ടല്ലോ. എന്നാ അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ചാണോ വിസ്ഡങ്കാറും കേനമും തമ്മിലുള്ള തർക്കം? നമ്മൾ പറഞ്ഞത് മുത്തലക്കൻ ശിർക്കാണെന്ന് പറഞ്ഞ വിഷയം ഈ സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് എന്തു പറഞ്ഞോ പണ്ഡിതന്മാർ എവിടെ സംസാരിച്ചോ അവിടെയൊക്കെ അത് പച്ച ശിർക്ക് എന്നാ പറഞ്ഞത്. എന്താ കാരണം? അത് ദുആ ആയതുകൊണ്ടാണ്, പ്രാർത്ഥന ആയതുകൊണ്ടാണ്. എന്നാൽ ഇസ്തിഖ്ദാം അത് പ്രാർത്ഥന അല്ല, അതാണ് വ്യത്യാസം. അവിടെയാണ് ജുനൈദ് പറയുന്നത്, ഇത് വായിച്ചർത്ഥം പറയും, ഇത് സഹായ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യുഈനക എന്ന് പറയണ്ടല്ലോ, വായിച്ചർത്ഥം പറയൽ ഒരു പ്രയാസമില്ല, വായിച്ചർത്ഥം പറഞ്ഞതാണ്. വീണ്ടും പറഞ്ഞുതരാമാണെങ്കിൽ ശരിക്ക് കേട്ടോ. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ, തീർച്ചയായും നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ്. ഹാലിറൻ ഖാദിറൻ, ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ഹാലിറായ കണ്ണുമുന്നിലുള്ള ഒരാളെ. തത്ലുബു മിൻഹു ഷൈൻ, അവനോട് നീ എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. ഐ യഹ്ദുറുഹു, അത് ഹാലറാക്കാൻ വേണ്ടി, കൊണ്ടുവരാൻ വേണ്ടി. ഔ ഐ യുഈനക, നിന്നെ എന്തെങ്കിലും വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി.
നീ അവരോട് ആവശ്യപ്പെടാൻ. അമ്മൽ ഗായിബ്, ഇത് ഗായിബിനോടാണെങ്കിൽ ലാ യജൂസ് ഹാദ, ഇത് അനുവദനീയമല്ല. ലി അന്ന ഹാദ, കാരണം ഇത് വസീലത്തുൽ ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണ്, ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണിത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത്. വഹാദ യദ്ഖുലു, ഈ അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്നതിലേക്ക് മാർഗമാണിത് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് അള്ളാഹു തആലയുടെ ഈ ഖൗലിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതു മിനൽ ഇൻസി വഖാല ഔലിയാഹു മിനൽ ഇൻസി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന് പറയുന്ന സൂറത്ത് അൻആം 128 ആയത്തുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.